യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനം നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് റോമൻ പടയാളികളെ നോക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസിന് ലഭിക്കുന്നതായ ചില ആത്മീകമായ പാഠങ്ങളുണ്ട്. ആ ആത്മീയമായ പാഠങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം ഗ്രഹിച്ചു: ഈ പടയാളികൾക്ക് എപ്പോഴും യുദ്ധമുള്ളതുപോലെ ഒരു ദൈവ പൈതലിന് ഏത് സമയത്തും യുദ്ധമുണ്ട്. കാരണം നമുക്കൊരു പ്രതിയോഗിയുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് അപ്രകാരം ഒരു ആത്മീയ യുദ്ധം എപ്പോഴും നിർവഹിക്കാനുണ്ട് എന്നുള്ള ആ ആത്മീക സത്യത്തെ മനസ്സിലാക്കിയതായ അപ്പോസ്തലൻ പൗലോസ് നമ്മളോട് അതൊന്നും മറച്ചു വെക്കുന്നില്ല, മറിച്ച് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു: നമുക്ക് ഒരു പോരാട്ടമുണ്ട്, നമുക്ക് യുദ്ധമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു പോലും വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞില്ലേ: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ഒരു വലിയ ഉറപ്പ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുമ്പോൾ അതേ ആശയത്തിൽ കൂടെ തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് നമ്മളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എഫീസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിന്നും നമ്മൾ അരയ്ക്ക് സത്യം കിട്ടിയും, അതായത് ദൈവവചനമെന്ന ആ സത്യത്താൽ നമ്മൾ വളരെ ഒരുക്കപ്പെടുന്നവരും, അതേപോലെ തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെ സംരക്ഷിക്കത്തക്ക രീതിയിൽ നീതി എന്ന കവചം ധരിക്കേണ്ടതിനെയും പ്രാധാന്യം നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. നീതി എന്ന കവചം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ നമ്മളുടെ നീതിയല്ല, നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി സന്ദർശനം നടത്തിയതോ, നമ്മൾ ഏതെങ്കിലും നേർച്ച ചെയ്തതോ, സ്വോത്ര വഴിപാടുകൾ അർപ്പിച്ചതോ, ദശാംശം കൊടുത്തതോ ഒന്നും അല്ല ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുവാൻ കാരണം. അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിന്റെ കാരണം നമ്മളുടെ ഒരു നീതി പ്രവൃത്തിയുമല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ. പിന്നെ ദൈവം എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്? ദൈവം കണക്കിടുന്നത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിർവഹിച്ചതായ നീതിയാണ്. യേശുക്രിസ്തു സ്നാനമേൽക്കുവാൻ വേണ്ടി യോർദാൻ നദിയിൽ ചെന്നപ്പോൾ യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നല്ലേ പറഞ്ഞത്? അതിനർത്ഥം മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മളുടെ നീതിയെല്ലാം നിവർത്തിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിൽ നമുക്ക് വേണ്ടിയതായ എല്ലാ നീതിയും നിവർത്തിച്ചെങ്കിൽ നമ്മളുടെ യാതൊരു പ്രവൃത്തിയും നമുക്ക് നീതി ലഭിക്കുവാൻ ദൈവമുമ്പാകെ ഉള്ളതല്ല, മറിച്ച് ദൈവമുമ്പാകെ ഉള്ളത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതായ ആ പ്രവൃത്തി മാത്രമാണ് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നീതിക്കായി ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നമ്മൾ പൂർണ്ണമായും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഇവിടെ വന്നിരുന്നു, യേശു പ്രസംഗിച്ചു, പഠിപ്പിച്ചു, സൗഖ്യമാക്കി, അവൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി, ഇനിയും താമസമില്ല, അവൻ മടങ്ങി വരും എന്നുള്ള വിശ്വാസം മാത്രമല്ല, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയെ നിങ്ങൾ അറിയുകയും ആ പ്രവൃത്തി നിങ്ങളുടെ സ്ഥാനത്താണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ആ നീതി നമ്മുടെ നീതിയായിട്ട് മാറുകയുള്ളൂ. പലപ്പോഴും ഇതൊന്നും ആളുകൾ പഠിക്കുന്നില്ല, ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിവിധ സഭകളിലുള്ള ആളുകളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനി അല്ലായിരിക്കാം. പക്ഷെ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ: യേശുക്രിസ്തു നിനക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ നീ അംഗീകരിക്കപ്പെടുവാൻ തക്കതായി അവൻ നിനക്ക് വേണ്ടി സകലതുമായെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ വിശ്വസിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ആ ശാരീരികമായ വരവോ ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, അവൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്തതായ പ്രവൃത്തികളെ നിങ്ങൾക്ക് വിശ്വസിക്കുവാനും അത് എനിക്ക് വേണ്ടിയാണ് ആയിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാകുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ നീതി യേശുക്രിസ്തുവിലൂടെ ലഭിപ്പാൻ തക്കോണം ഇടയായിത്തീരും. ഇനി അടുത്തതായിട്ട് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ഒരു പടയാളിക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. എഫീസ്യ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം: സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. കാലിന് ചെരുപ്പ്
ചെരുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പ് പോലത്തെ ചെരുപ്പല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പടയാളിയുടെ ചെരുപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഷൂ എന്ന് പറയാൻ സാധിക്കും. എന്നാൽ റോമൻ പടയാളികളുടെ ഷൂ എന്ന് പറയുന്നത് വളരെ കൂർത്തതായ ആണികൾ ആ ഷൂവിന്റെ സോളിൽ ഉണ്ടായിരുന്നു. അവർ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ നല്ല ഗ്രിപ്പ് അവർക്ക് ലഭിച്ചാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആർമിയുടെ പ്രത്യേകത ഇതായിരുന്നെന്നാണ് കരുതുന്നത്. അവരുടെ പട്ടാളക്കാർ വളരെ ദ്രുതഗതിയിൽ നീങ്ങുന്നവരായിരുന്നു. അവർ വീഴുന്നവരല്ല, അവർ സ്ലിപ്പ് ചെയ്ത് പോകുന്നവരല്ല. അവരുടെ പാദങ്ങൾ എപ്പോഴും ഉറപ്പോടുകൂടെ അവർ അടിവെച്ച് മുന്നോട്ട് പോയവരായ സൈന്യമായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ രാജ്യത്തിന്റെ അതിർത്തി വരെയും ഈ അലക്സാണ്ടർ ചക്രവർത്തിയും തന്റെ സൈന്യവും കടന്നു വന്നു. പല ലോകരാജ്യങ്ങളും പിടിച്ചടക്കി. അപ്പോൾ ഒരു പടയാളിയുടെ ഷൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എയർ ഡിഫൻസ് അല്ലെങ്കിൽ നേവി ഇങ്ങനെയുള്ള സൈന്യങ്ങൾ നമുക്കുണ്ട്. പക്ഷെ പണ്ട് കൂടുതൽ കരയുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഷൂവിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കും ഒരു ഗ്രിപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷൂ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. പാദങ്ങൾക്കുള്ള സുരക്ഷിതത്വവും അതുപോലെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനവും ആ ഒരു കോൺഫിഡൻസും നമുക്ക് തരുന്നതാണ് നമ്മുടെ ഷൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആത്മീയ പോരാട്ടത്തിലുള്ള ദൈവവചനന്റെ ഷൂ എന്ന് പറയുന്നത്, അവന്റെ ചെരുപ്പ് എന്ന് പറയുന്നത് സമാധാന സുവിശേഷനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാനും ചിന്തിച്ചത്, സുവിശേഷം പറയാനുള്ളതായ ഒരു ഒരുക്കം ഇതാണ് ഈ ചെരുപ്പ് എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. സുവിശേഷം കേട്ടവരായ ആളുകൾ ആ സുവിശേഷത്തിൽ ഉറച്ചു നിന്ന് മുന്നേറുന്നതായ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. കേവലം സുവിശേഷം പറയുക എന്നുള്ളത് അല്ല ഇവിടുത്തെ അർത്ഥം. നമ്മൾ തീർച്ചയായിട്ടും സുവിശേഷം പറയണം, മറ്റുള്ളവരോട് സുവിശേഷം പറയുക എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തു താനും തന്റെ മഹാനിയോഗത്തിൽ സുവിശേഷം അറിയിക്കുന്നതിന്റെ വലിയ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ അടിയുറച്ചു നിൽക്കുക. എന്താണ് സുവിശേഷം? കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മുടെ രക്ഷയാണ്. സുവിശേഷം നമ്മളോട് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. സുവിശേഷം നമ്മളോട് പറയുന്നത് ശാപത്തിൽ നിന്നുള്ള വിടുതലാണ്. സുവിശേഷം നമ്മളോട് പറയുന്നത് ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ്. ഇത് കർത്താവായി യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഈ വിടുതലെല്ലാം നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. അതിൽ ഉറച്ചു നിന്ന് വേണം മുന്നോട്ട് പോകുവാൻ. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വേദഭാഗം നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. സുവിശേഷത്തിൽ പലരും ഉറച്ചു നിൽക്കാറില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ അവർ അവരുടെ രക്ഷയെ സംശയിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള സമാധാന ബന്ധം പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ കഴിയാത്തതായ അവസ്ഥ എന്നോട് വളരെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് വിശ്വാസികളായ ആളുകൾ പോലും എന്നോട് പറയാറുണ്ട്, ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വചനം വായിക്കാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം അവർ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പോരായ്മ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ വളരെ പുറകോട്ട് പോയിരിക്കുന്നു. അതിന്റെ കാരണം സുവിശേഷത്തിൽ നിൽക്കാത്തതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവത്തിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഉള്ള പരിഹാരം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതായത് കർത്താവ് യേശു ക്രിസ്തു എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചു. യേശു ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും പാപത്തിലും അന്ധകാരത്തിലും ജീവിച്ചേനെ. ഈ ഒരു വസ്തുത മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഉറപ്പ് നമുക്ക് വേണ്ടതായ ഗ്രിപ്പ് നൽകുവാനിടയായി തീരും. നമ്മൾ തെന്നിമാറുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, അവൻ എന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. പുതിയൊരു പാട്ട് എന്റെ നാവിൽ തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് യഹോവയിൽ ആശ്രയിക്കും. എത്ര മനോഹരമായ വാക്യമാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും
രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളിൽ അവന്റെ കാല് ഉറച്ചു നിൽക്കുന്നു. ഈ സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പറയുവാൻ കഴിയത്തുള്ളൂ. സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ കഴിയത്തുള്ളൂ. അവരുടെ കാലാണ് പർവ്വതത്തിന്മേൽ ഉറച്ചു നിൽക്കുന്നത്. എപ്പോഴും പർവ്വതങ്ങളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കാൽ വഴുതുമോ, ഞാൻ വീണു പോകുമോ? ഉറപ്പോടുകൂടെ എന്റെ കാലുകൾ ഈ പർവ്വതങ്ങളിൽ എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് അപകടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെ സുവിശേഷം നമുക്ക് തരുന്നതായ ഉറപ്പ് എന്ന് പറയുന്നത്, ഞാൻ വീഴുവാൻ ദൈവം എന്നെ സമ്മതിക്കില്ല. കാരണം ആ ഉറപ്പുള്ള പാറമേൽ എന്റെ കാലുകളെ അവൻ വച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾ ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷയെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും സുവിശേഷം എന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നുവെന്നും കർത്താവിന്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുമെന്നും ഇങ്ങനെയുള്ള ആ വലിയൊരു ഗ്രിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, യെസ്, നമ്മുടെ കാൽച്ചുവടുകൾ വളരെ നിയന്ത്രണത്തിലും അതേപോലെ തന്നെ വേഗതയിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഉറച്ച കാൽവെപ്പോടുകൂടെ നമുക്ക് മുന്നേറുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതേപോലെ തന്നെ ഈ ഒരു സുവിശേഷത്തിന്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഒരു ഷൂ ധരിക്കാത്തതായ വ്യക്തി, ചെരുപ്പിടാത്തതായ വ്യക്തി റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ കാലുകളിൽ മുള്ളുകൾ തറയ്ക്കുന്നത് പോലെ എപ്പോഴും കാലുകളിൽ പരിക്കുകളാൽ അവൻ വലയുമ്പോൾ അത് അവന്റെ മുഴുവൻ ശരീരത്തെയും അത് ബാധിപ്പാനിടയായി തീരും. നമുക്ക് നടക്കുവാനോ സ്വതന്ത്രമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാത്തതായ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ യുദ്ധം ചെയ്യുവാൻ കഴിയും? അതുകൊണ്ട് സുവിശേഷത്തിന്റെ ഉറപ്പാണ് നമ്മളുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ ഉറപ്പാണ് നമ്മുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. ഇന്ന് പലരും ദൈവത്തോടുള്ള സമാധാനത്തിൽ നിൽക്കാൻ കഴിയാത്തതായ അവസ്ഥ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, സുവിശേഷത്തിന്റെ ആ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ചെരുപ്പ് എന്ന് പറയുന്നത് സുവിശേഷത്തിലുള്ള ഞങ്ങളുടെ ഉറപ്പാണ് എന്നുള്ളത് ഇന്ന് പകൽ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കോണം ഇടയാക്കിയതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ സത്യം എന്ന അരക്കെട്ട്, നീതി എന്ന കവചം, ഇപ്പോൾ സമാധാന സുവിശേഷങ്ങളുടെ ഒരുക്കം, കാലിന് ചെരുപ്പാക്കിയും എന്നുള്ളതായ ആ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ദൈവത്തോടുള്ള സമാധാനത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന് ഈ വചനത്താൽ നീ അവരെ മടക്കി വരുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ വചനങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു എന്നറിയുവാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി എന്നെ വിളിക്കുക. കൂടുതൽ ശക്തമായി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ അതെന്നെ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉറപ്പ് എനിക്ക് വളരെ ആവശ്യമാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.